ഹായ്, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ അബുദാബിയിൽ ഹുദാരിയാത്ത് ബീച്ചിലാണ് വന്നിട്ടുള്ളത്. വളരെ അടിപൊളി ബീച്ചാണ്. ഞങ്ങൾ ഇതിന് ഒരു ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ രസമാണ്. അപ്പം നിങ്ങളെയും കൂടിയൊക്കെ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെയുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാം. നല്ല എന്താ പറയുക, ക്രൗഡൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. ഡ്രൈവ് ത്രൂസ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനകത്തോട്ട് ഒരു വാക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു വാക്ക് വേ ഉണ്ട്. അവിടെ ഭയങ്കര അടിപൊളിയാണ്. ഇതൊക്കെ നമുക്ക് കണ്ടിട്ടൊരു വരവ് വരാം. ഇത് മിസ്റ്റർ അലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, നസീം. ഹി ഡോണ്ട് വാണ്ട് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ ബൈക്സ്, അതേപോലെ സൂപ്പർ കാർസിന്റെ സൂപ്പർ ബൈക്സ് എന്ന് പറയാൻ പറ്റില്ല, ക്രൂസ് ബൈക്സ്, super bikes. And there is we can see that there is two Suzuki Gixxer 600s. Yeah, they are going. Yeah. കണ്ടില്ലേ, എവിടെ നോക്കിയാലും സൂപ്പർ ബൈക്സ്, ക്രൂസ് ബൈക്സ്, അതേപോലെ സൂപ്പർ കാർസും കാണാൻ പറ്റും. അപ്പൊ ഒരു നല്ലൊരു ക്രൗഡാണ്, ഒരു സന്തോഷമുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ എങ്ങനെയാണ് ബീച്ചും ബാക്കി കാര്യങ്ങളെന്നുള്ളതൊക്കെ കാണാം, ഡ്രൈവ് ത്രൂസും. നമ്മളിപ്പോൾ പാർക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുള്ള് ഡ്രൈവ് ത്രൂസ് ആണ് ഈ കാണുന്നതൊക്കെ. കണ്ടില്ലേ, പിന്നെ പുറകിൽ കാണുന്നതൊക്കെ ഡ്രൈവ് ത്രൂസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം, ബീച്ചിൽ പോവാം, കഴിക്കാം, എല്ലാം ചെയ്യാം. അപ്പം ചില ഡ്രൈവ് ത്രൂസിന്റെ ഇതൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ബ്രാൻഡ്സ് കാണിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രൈവ് ത്രൂസ് ആണ്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം വേണമെങ്കിൽ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സാധനം മേടിച്ചുകൊണ്ട് പോകണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ ബൈക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു ഹാളിയാണ്. ഇങ്ങനെ ഇവിടെ ഫുള്ള് ടോപ്പ് കാർസും ബൈക്സൊക്കെ ഉണ്ടാവില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിട്ട്. ലെറ്റ്സ് ഗോ ബഡി. ബീച്ചിൽ അത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ബീച്ചിൽ എൻ്റെ ഈ സൈഡിൽ കാണുന്നിടത്ത് കുറച്ച് ഷോപ്പിങ്ങുകളും അതേപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ പാർക്കാണ്, ഫുൾ പാർക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാം. ദെൻ രാവിലെ വന്നിട്ട് ജോഗിങ്ങിനുള്ള സ്പേസ്, അത്യാവശ്യം ജിമ്മൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇതേപോലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റുകൾ. അങ്ങോട്ടാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് സീൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഒരു വഴിയുണ്ട്. ആ
വാക്ക് ത്രൂവിൽ അല്ലെങ്കിൽ ആ വാക്ക് വേയിൽ നമ്മൾ അവിടേക്കാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അവിടെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ, നല്ല കാറ്റും രണ്ട് സൈഡിലും കടലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അത് കണ്ടില്ലേ, രാവിലെ വന്നിട്ട് അത്യാവശ്യം ഓടി 2 റൗണ്ടൊക്കെ ഓടി എക്സസൈസൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഈ കോവിഡിൻ്റെ ഒരു കാരണം കൊണ്ടൊക്കെ. കണ്ടില്ലേ എങ്ങനെയുണ്ട്, സെറ്റപ്പ് അല്ലേ, അടിപൊളി സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടവർക്ക് അവിടെ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് എടുക്കാം, എക്സസൈസ് ചാടി മൂടിയൊക്കെ കളിക്കാൻ എന്തെങ്കിലും റോപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ദെൻ ഹുദാരിയാത്ത് ബീച്ചിൻ്റെ ഇത് ബ്യൂട്ടി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ കളറൊക്കെ വേറെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നാഷണൽ ഡേയോട് അനുബന്ധിച്ചിട്ട് ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, അവരുടെ നാഷണൽ ഫ്ലാഗിൻ്റെയാണ്. അപ്പോൾ അത് കണ്ടോ കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് ഓപ്പൺ ബീച്ചാണ്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ രാത്രിയും പിന്നെ കോവിഡ് ആയതുകൊണ്ടുള്ള ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ക്യാമ്പിൻ ഏരിയയിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി ഫാമിലീസ് കണ്ടില്ലേ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറിയ ചെറിയ ആച്ചും അതേപോലെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ കിട്ടും. അതേപോലെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും അത് വർക്കിംഗ് എല്ലാം തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങോട്ട് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ റെസ്റ്റോറൻറ്റും അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങ് ദൂരെ വരെ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് റെസ്റ്റോറൻറ്റ്സും അതേപോലെയുള്ള കാര്യങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് സത്യത്തിൽ. ഓക്കെ, എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ കടലിൻ്റെ ഉള്ളിലോട്ട് ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് നടന്നിട്ട് അവിടെ ഒരു അങ്ങനെ ഡെഡ് എൻഡിലൊരു ലൈറ്റ് കണ്ടോ, ആ ലൈറ്റ് വരെ പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടില്ല. അപ്പോൾ ഇത്ര അടുത്തുനിന്ന് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ പിക്ചേഴ്സൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഞങ്ങൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഇവിടേക്ക് ഇപ്പോൾ അബുദാബിയിലോ ദുബായിലോ ഉള്ളവർക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോവാം. ഒരു 2 hours 3 hours ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള, അതല്ല ലേഡീസായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാം. കാരണം ഷോപ്പിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഷോപ്പിംഗ് സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല കൂടുതൽ. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ കാണിക്കുന്നത്. അത് ബീച്ചിൻ്റെ, അതായത് കടലിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. സത്യത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സും അതുപോലെ പാർക്സ്, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഏരിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലോസ്ഡ് ആണ് കൊറോണ കാരണം. എന്നാലും ലെറ്റ്സ് സീ, നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. വളരെ ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയയും അതുപോലെ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാനൊരു 2x സ്പീഡിൽ ഇട്ടുതരാം. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. ഫ്രണ്ടിൽ ഇവിടെ ബീച്ച് ഓഫ് ക്ലോസ്ഡ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ശരിക്കും ഇരുന്ന് ആസ്വദിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
മനസ്സിലായല്ലോ, സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഒരു ചെറിയ എന്താ പറയുക ഒരു ട്രാക്കും അതേപോലെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലിപ്പോൾ കൊച്ചിയിലൊക്കെ ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന ആവശ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പെർ അവറിന് 40 dirhams കൊടുത്തു കഴിഞ്ഞാൽ ഓലി പാക്കേജ് ഉണ്ട്. അതായത് എൻട്രി ആൻഡ് ഹെൽമെറ്റ് ബോർഡ് നമ്മൾ കൊണ്ടുവരികയും പിന്നെ അതേപോലെ 1 hourന് 70 dirhams കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി, സ്കേറ്റ് ബോർഡ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഹെൽമെറ്റ്, PPE അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പിന്നെ കോവിഡ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ആരുമില്ല, പക്ഷേ സെറ്റപ്പാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഹുദാരിയാത്ത് ബീച്ച് അടിപൊളിയല്ല, ലാവിഷായിട്ട് പാർക്കിങ്ങും ഒത്തിരി സ്പേസും ഫാമിലിയായിട്ട് വന്നാൽ അടിച്ച് തകർക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. നമ്മളൊന്ന് സ്നേഹിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നത്തെ കാലത്ത് ആർക്കാലും ഇതിനൊക്കെ സമയം എന്നാലും ഷെയർ ചെയ്യണം, ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.